ഹായ് മക്കളെ, ഹലോ. യെസ്, അപ്പോൾ നമുക്കിനി ബേസിക് സയൻസിൽ ആകെ 1-2 ചാപ്റ്റേഴ്സ് അല്ലേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേഗം ഫിനിഷ് ചെയ്യണ്ടേ, എന്നിട്ട് വേണം നമുക്ക് ഫൈനൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാനല്ലേ, നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ഒരു ചാപ്റ്ററാണ് ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ ഡെയിലി ലൈഫ്, ചലനം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നല്ല രസമുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. നമ്മൾ എങ്ങനെ എന്തൊക്കെ ടൈപ്പ് മോഷൻസ് ആണുള്ളത്, എങ്ങനെയൊക്കെയുള്ള ചലനങ്ങളാണുള്ളത്, അതുപോലെ എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് ചലനത്തിലാണ്, മോഷനിലാണെന്ന് പറയുന്നത്, എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഒട്ടും ഡീലേ ഇല്ലാതെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. എല്ലാവരും റെഡിയാണ്, ഉഷാറാണെങ്കിൽ ഒരു ഫയർ ഇമോജി ഒന്ന് അയച്ചോടാ. ഒരെണ്ണമല്ല, എത്ര വേണമെങ്കിലും അയച്ചോളൂ. ഓക്കെ, ഫയർ ഇമോജിയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ്, മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. മോഷൻ ഇൻ ഡെയിലി ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തിൽ പല ടൈപ്പ് മോഷൻസ് ഉണ്ടല്ലേ, പല ടൈപ്പ് ചലനങ്ങളുണ്ട്. ഓക്കെ, ആ ഓരോ ടൈപ്പ് ചലനങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്ന് നമ്മളൊരു 2 ടൈപ്പ് പഠിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മളിനി അടുത്ത ടൈപ്പുകൾ പഠിക്കുന്നത് കേട്ടോ. സോ അതിനു മുമ്പ് എന്താണ് ചലനം, എന്താണ് മോഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് മോഷൻ? മോഷൻ ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിലുണ്ടാകുന്ന മാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു, ഞാൻ ഇവിടെ ഈ ഒരു കറക്റ്റ് എക്സാക്ട്ലി ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ഞാൻ ഇവിടെ നനങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ സമയത്തിനനുസരിച്ച്, സമയം പോകുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ തന്നെയാണല്ലോ, എനിക്കൊരു മാറ്റവുമില്ല. പക്ഷേ ഞാനിങ്ങനെ നടന്നാണ് ക്ലാസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, നടന്ന് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ സ്ഥാനം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയും? അത് മോഷനിലാണ്, അല്ലെങ്കിൽ ചലനത്തിലാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലേ. നമ്മൾ നടക്കുന്നത് മോഷനാണ്, ഓടുന്നത് മോഷനാണ്, നീന്തുന്നത് മോഷനാണ്, ഒരു വണ്ടി പോകുന്നത് മോഷനാണ്. ഇതെല്ലാം എന്താണ്? മോഷനാണ്, അല്ലെങ്കിൽ ചലനമാണ് എന്ന് പറയാൻ പറ്റും. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന എക്സാമ്പിൾസ് എത്ര വേണമെങ്കിലും എഴുതാം. ഇനി നമുക്ക് 2 ടൈപ്പ് സ്റ്റേറ്റ് പറയാൻ പറ്റും. അവസ്ഥകൾ 2 വിധമാണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥ. ഓക്കെ, നിശ്ചലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒന്നും ചെയ്യാതെ അനങ്ങാതെ ഇരിക്കുന്ന അവസ്ഥയാണ് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്ഥാനം മാറുന്നത്, പൊസിഷൻ മാറുന്നത്, അതിനെയാണ് നമ്മൾ ചലനം എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ മാറുന്നതേ ഇല്ല. ഞാൻ ഇവിടെ നിൽക്കുകയാണ്, എക്സാക്ട്ലി ഒരു പൊസിഷൻ. നിങ്ങൾ എന്നോട് സ്റ്റാച്യു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനങ്ങാൻ പറ്റുമോ? എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റുമോ? പറ്റില്ല അല്ലേ, ബിക്കോസ് ഞാനെങ്കിൽ കഴിഞ്ഞ് ഔട്ടായി പോകും. സോ ഞാൻ ആ ഒരു എക്സാക്ട്ലി ആ ഒരു പൊസിഷനിൽ തന്നെ ഒരുപാട് നേരം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിലാണെന്ന് പറയാം? ഞാൻ റെസ്റ്റിലാണെന്ന് പറയാം, അല്ലെങ്കിൽ നിശ്ചല അവസ്ഥയിലാണെന്ന് പറയാം. ഞാൻ അനങ്ങുന്നതേ ഇല്ല. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്താണെന്നും സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണെന്നുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഡെഫിനിഷൻ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ബുക്കിൽ എഴുതിയെടുത്തോ. ഓക്കെ, ബുക്കൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുകയല്ലേ, സോ ബുക്കിൽ എഴുതിയെടുത്തോളൂ. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, ആ വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതേ ഇല്ല. ഇതിനെയാണ് നമ്മൾ നിശ്ചലാവസ്ഥ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ്, നിങ്ങൾ തന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കമൻസിൽ അയക്കട്ടോ. കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് അയച്ചോളൂ. ഓക്കെ, ട്രീ കറക്റ്റാണ്. യെസ്, ഒരു ട്രീ, മരം നിൽക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതെന്ത്? എ ബുക്ക് റെസ്റ്റിംഗ് ഓൺ എ ടേബിൾ. ഒരു മേശമേലിരിക്കുന്ന പുസ്തകം കണ്ടോ. മേശയിൽ പുസ്തകം അനങ്ങാതിരിക്കുകയാണ് കേട്ടോ. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ പഠിക്കാൻ ബുക്ക് എടുത്താലാണല്ലോ അത് അനങ്ങുള്ളൂ. ഓക്കെ, സോ നമ്മളൊന്നും ചെയ്യാതെ മേശമേൽ ബുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് എന്താവസ്ഥയിലാണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. ദെൻ എ ട്രീ ഇൻ ദ ഫോറസ്റ്റ്, ഒരാൾ പറഞ്ഞായിരുന്നു. എ ട്രീ ഇൻ ദ ഫോറസ്റ്റ്, ഒരു മരം കാട്ടിലിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലേ. മരം അനങ്ങുന്നുണ്ടോ? മരം എന്താ പറയുക, നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ മരം അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും മാറിപ്പോകുന്നുണ്ടോ? ഇല്ല അല്ലേ, മരം അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്, അത് നിശ്ചലാവസ്ഥയിലാണ്. ദെൻ ബിൽഡിങ്സ് അല്ലേ, ഈ കാണുന്ന ബിൽഡിങ്സ്, ഞാനിപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗ്, നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്, ഈ ബിൽഡിങ്സ് എല്ലാം എന്തിലാണ്? റെസ്റ്റിലാണ്. അത് അനങ്ങുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല അവസ്ഥയ്ക്ക് എക്സാമ്പിൾസ് ആണ്, ഉദാഹരണങ്ങളാണ്. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഇനി ഞാൻ പറഞ്ഞ 2ാമത്തെ സ്റ്റേറ്റ് ആണ് എന്ത്? സ്റ്റേറ്റ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ ചലനാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മോഷൻ്റെ ഡെഫിനിഷൻ കണ്ടില്ലേ, അത് തന്നെയാണ്. സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിങ്ങനെ നടന്ന് ക്ലാസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊസിഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ പൊസിഷൻ മാറുന്നുവെങ്കിൽ ഞാൻ എന്തിലാണ്? സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്, ചലന അവസ്ഥയിലാണ്. ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്ന അവസ്ഥയാണ്
ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്ന അവസ്ഥയാണ് ചലനാവസ്ഥ. സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ചേഞ്ചസ്. പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് വേണമെങ്കിൽ എഴുതാട്ടോ. നമ്മളിപ്പോൾ ഒരു പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെറുതെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലിരിക്കുമോ, നിശ്ചലാവസ്ഥയിലിരിക്കുമോ? പാർക്കിൽ പോകുന്ന എന്തിനാണ്? നിശ്ചലാവസ്ഥയിലിരിക്കാനാണോ? അല്ല. നമ്മളൊരു സീസോ കണ്ടു കഴിഞ്ഞാൽ സീസോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ആടിക്കളിക്കും. ഊഞ്ഞാല കണ്ടാൽ ആടും. ഒരു സ്ലൈഡ് കണ്ടാൽ എഴുകി കളിക്കും. വണ്ടർലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ റോളർ കോസ്റ്റർ ഉണ്ട്, 360 ഉണ്ട് അല്ലേ? അങ്ങനത്തെ ഒരുപാട് റൈഡിലൊക്കെ കയറി നമ്മൾ എൻജോയ് ചെയ്യും അല്ലേ? സോ അതിലൊക്കെ നമ്മൾ കയറുമ്പോൾ എന്താണ്? നമ്മൾ എന്തിലാണ്? സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്, നമ്മൾ ചലനാവസ്ഥയിലാണ്. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. വേറെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഫിഷ് സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. ജലാശയത്തിൽ നീന്തുന്ന ഒരു മത്സ്യം. നമ്മൾ ഇന്ത്യയിലും എന്ത് തന്നെയാണ്? സ്റ്റേറ്റ് ഓഫ് മോഷൻ തന്നെയാണ്. കാർ മൂവിങ് ഓൺ എ റോഡ്. ഒരു റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറ്. എ റണ്ണിങ് അത്ലറ്റ്. ഓട്ട മത്സരത്തിൽ ഓടുന്ന ഒരു അത്ലറ്റ്, ഓട്ടക്കാരൻ. ദെൻ ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ പാർക്ക്. പാർക്കിൽ കളിക്കുന്ന കുട്ടികൾ. ഓക്കെ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾ. ഓക്കെ, ഇതെല്ലാം എന്തിലാണ്? ചലനാവസ്ഥയിലാണ് എന്ന് പറയാനായിട്ട് പറ്റും. എക്സാമ്പിൾസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എവിടേക്ക് പോകാമെന്നറിയോ? ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകാം. വിത്ത് റെസ്പെക്ട് ടു ദ ചൈൽഡ് ഇൻ ദ ജെയിൻറ്റ് വീൽ. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റൈഡുകളൊക്കെ കാണാൻ പറ്റും. ജെയിൻറ്റ് വീൽ എന്ന് പറയുന്നത് വലിയ ഒരു എന്താ പറയുക, തൊട്ടി, ആകാശത്തൊട്ടി എന്തോ അങ്ങനത്തെ ആണ് അതിൻ്റെ പേര്. ഈ സംഭവത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു തൊട്ടിക്കകത്ത് നിങ്ങൾ 2 പേര് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനും നിങ്ങളിൽ ഒരാളും ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ആ ജെയിൻ വീലിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു ദ ചൈൽഡ് ഇൻ ദ ജെയിൻറ്റ് വീൽ ഡസ് ദ കോ റൈഡർ ഹാവ് എ ചേഞ്ച് ഇൻ പൊസിഷൻ. അതായത് ഞാനും ഒരു കുട്ടിയും ചേർന്നാണ് ആ ജെയിൻ വീലിൽ റൈഡിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും ആ കുട്ടിയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഒരു ചലനമില്ല. കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുന്നത്. അപ്പോൾ എന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി ചലിക്കുന്നില്ല അല്ലേ? പക്ഷേ താഴെ നിന്ന് നോക്കുന്ന ഒരാളെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ എന്താണ് പറഞ്ഞത്? എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടിയാണത്. ആ റൈഡിനകത്ത് എൻ്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആ കുട്ടി അനങ്ങുന്നില്ല, എൻ്റെ കൂടെ അങ്ങ് ഇരിക്കുകയാണ്. പക്ഷെ താഴെ നിന്ന് നോക്കുന്ന ഒരാൾക്ക്, ആ ജെയിൻറ്റ് വീലിൻ്റെ പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ എല്ലാവരും എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി, അല്ലെങ്കിൽ ഇവിടെയാണ് നമുക്ക് റെഫറൻസ് ബോഡി, അവലംബ വസ്തുവിൻ്റെ ആവശ്യം വരുന്നത് കേട്ടോ. എപ്പോഴും ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാനായിട്ട് നമുക്ക് ആര് വേണം? ഒരു റെഫറൻസ് ബോഡി അല്ലെങ്കിൽ ഒരു അവലംബ വസ്തു ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ജെയിൻ വീലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ റിലേഷൻ ടു അനദർ ഒബ്ജക്ട് ദാറ്റ് ആൻ ഒബ്ജക്ട് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ ഓർ നോട്ട്. ഒരു വസ്തു ചലനത്തിലാണോ അല്ലയോ എന്ന് പറയുന്നത് മറ്റൊന്നിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി അനങ്ങുന്നില്ല, പക്ഷെ താഴെ നിൽക്കുന്ന ഒരാളെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി അനങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ, അല്ലെങ്കിൽ അത് ചലനത്തിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. There is no change in position for the child in the joint wheel with respect to the co-rider. കൂടെ സഞ്ചരിക്കുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടിക്ക് വേറെ ചലന വ്യത്യാസമൊന്നുമില്ല, അതായത് ആ കുട്ടി നിശ്ചലാവസ്ഥയിലാണ്. ഓൺ ദ അതർ ഹാൻഡ് ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ ജെയിൻ വീൽ ഹാവ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ചൈൽഡ് സ്റ്റാൻഡിംഗ് ബിലോ. താഴെ നിൽക്കുന്ന ഒരു കുട്ടീനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ആ ജെയിൻ വീലിലുള്ള എല്ലാവരും എന്ത് ചെയ്യാണ്? മോഷനിലാണല്ലേ, ചലനാവസ്ഥയിലാണെന്ന് പറയാനായിട്ട് പറ്റും. ഇവിടെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? റെഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബ വസ്തുവിൻ്റെ ഉപയോഗം എന്താണെന്ന് പഠിക്കുന്നത്. ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി സെഡ് ടു ബി ഇൻ മോഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇതിൻ്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി സെഡ് ടു ബി ഇൻ മോഷൻ ഓൺലി ഇൻ റിലേഷൻ ടു അനദർ ബോഡി ഓർ പൊസിഷൻ. അതായത് മറ്റൊരു വസ്തുവിൻ്റെ ചലനത്തിനെയോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെ ആസ്പദമാക്കിയിട്ട് മാത്രമാണ് നമുക്കൊരു വസ്തു ചലനത്തിലാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് കഴിയുള്ളൂ. ദ ബോഡി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഈ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി ഏതാണോ അതിനെയാണ് നമ്മൾ റെഫറൻസ് ബോഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടിയുടെ ചലനമാണ് എനിക്ക് അറിയേണ്ടത്. ആ കുട്ടി ചലനത്തിലാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ. ഇപ്പോൾ ഞാനും ആ കുട്ടിയും ജെയിൻ വീലിൽ ഒരു തൊട്ടിക്കകത്ത് ഇരിക്കുകയാണ്. ഓക്കെ, ഞങ്ങളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ സ്റ്റേറ്റ് എനിക്കറിയണം. ആ കുട്ടി റെസ്റ്റിലാണോ അല്ലെങ്കിൽ മോഷനിലാണോ എന്ന് എനിക്കറിയണം. അതിന് ഞാൻ എടുത്ത ആദ്യത്തെ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത് എന്നെ തന്നെയാണ് അല്ലേ. ആ കുട്ടി റെസ്റ്റിലാണോ മോഷനിലാണോ എന്നറിയാൻ ഞാൻ എടുത്ത ആദ്യത്തെ റെഫറൻസ് ബോഡി, ആദ്യത്തെ അവലംബ വസ്തു എന്ന് പറയുന്നത് എന്നെ തന്നെയായിരുന്നു. എന്നെ വെച്ച് നോക്കുമ്പോൾ, ഞാനാകുന്ന റെഫറൻസ് ബോഡിയെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ്, എൻ്റെ കൂടെയല്ലേ പോരുന്നത്. അപ്പോൾ അത് അനങ്ങുന്നില്ല. പക്ഷേ അടുത്തൊരു റെഫറൻസ് ബോഡി ഞാൻ എടുത്തത് താഴെ നിൽക്കുന്ന വേറൊരു കുട്ടിയാണ്. ഓക്കെ, ആ കുട്ടിയെ ആ റെഫറൻസ് ബോഡി വെച്ച് നോക്കിക്കഴിയുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടിയും ഞാനും എല്ലാവരും എന്തിലാണ്? മോഷനിലാണ്, ചലനത്തിലാണ്. അപ്പോൾ റെഫറൻസ് ബോഡി എന്താണ്, അവലംബ വസ്തു എന്താണെന്നുള്ള മനസ്സിലായല്ലോ. ഡെഫിനിഷൻ പഠിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതും അത് വെച്ചിട്ട് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സ്കൂൾ സ്പോർട്സ് മീറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. നമ്മൾ ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഒരു താഴെ ഒരു ടേബിൾ തരും, ആ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ വേറൊന്നുമില്ല, കുറച്ച് കുട്ടികൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഈ കുട്ടികളും അതുപോലെ തന്നെ ബാക്കിലൊരു മരമുണ്ട്, പിന്നെ അവിടെ ഗാലറിയിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ, ഗാലറിയെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ആരൊക്കെയാണ് മോഷനിലുള്ളത്, ആരൊക്കെയാണ് റെസ്റ്റിലുള്ളതാണ് നോക്കേണ്ടത് ഗാലറിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഗാലറിയാണ് നമ്മുടെ ഇവിടുത്തെ റെഫറൻസ് ബോഡി കേട്ടോ. ഓക്കെ, അപ്പോൾ ചൈൽഡ് സിറ്റിംഗ് ഇൻ ദ ഗാലറി. ഓക്കെ, അവിടെ ഗാലറിയിൽ ഇരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് മോഷൻ ഉണ്ടോ ഇല്ലയോ? മോഷൻ ഇല്ല അല്ലേ, ആ കുട്ടി അനങ്ങുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ദ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ ഗാലറി. ഗാലറിയെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടിക്ക് എന്താണ്? പൊസിഷനിൽ മാറ്റമൊന്നുമില്ല, ആ കുട്ടി അവിടെ തന്നെ ഇരിക്കുകയാണ്. സോ ആ കുട്ടിക്ക് മോഷൻ ഇല്ല. ചിൽഡ്രൻ റണ്ണിങ് ഇൻ ദ കോമ്പറ്റീഷൻ, ആ കോമ്പറ്റീഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരെന്താണ്? മോഷനിലാണ്, അവർക്ക് മോഷനുണ്ട്. കാരണം എന്താണ്? ഗാലറി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഓടാണല്ലേ, അവർ മൂവ്മെൻറ്റിലാണ്. സോ എന്താണ്? പൊസിഷൻ മാറുന്നു, സോ അവർ മോഷനിലാണ്. ദെൻ ട്രീസ്, മരങ്ങൾ, അത് ആരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് മോഷനൊന്നുമില്ല, അവർ മൂവ് ചെയ്യുന്നില്ല. ദെൻ ദ ബോയ് സ്റ്റാൻഡിങ് നിയർ ദ ഗാലറി, ഗാലറിയുടെ അടുത്ത് വെറുതെ നിൽക്കുന്ന കുട്ടി, ഓടെയല്ല കേട്ടോ, അവൻ വെറുതെ നിൽക്കുകയാണ്. അവനും എന്തില്ല? മോഷനൊന്നുമില്ല. അവൻ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവൻ നിൽക്കുന്നത്. പക്ഷെ അവൻ എന്തില്ല? മോഷനില്ല, ചലനമില്ല. കാരണം അവൻ്റെ പൊസിഷൻ ഗാലറിയെ വെച്ച് മാറുന്നില്ല. ഇവിടെ നമ്മളെടുത്ത റെഫറൻസ് ബോഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ ഗാലറി ആയിരുന്നു കേട്ടോ. അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് കുറച്ച് പേർക്ക് മോഷനുണ്ട്, അതായത് ആ ഓടുന്ന കുട്ടികൾക്ക് മോഷനുണ്ട്, ബാക്കി എല്ലാവർക്കും എന്താണ്? നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, Then it is based on a position that an object is found to be moving or at rest. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു ഒബ്ജക്റ്റിനെ ഒരു വസ്തുവിനെ ആധാരമാക്കിയിട്ടായിരിക്കും മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ചിൽഡ്രൻ ആർ സെറ്റ് ടു ബി ഇൻ മോഷൻ ബേസ്ഡ് ഓൺ ദർ ചേഞ്ച് ഇൻ പൊസിഷൻ. അവരുടെ സ്ഥാനമാറ്റത്തിനനുസരിച്ചാണ് നമ്മൾ അവർ മോഷനിലാണെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി വേറൊരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വെറുതെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ, ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ എനിക്കിങ്ങനെ മോഷനില്ല, ഞാൻ റെസ്റ്റിലാണ്, ഞാൻ അനങ്ങുന്നേ ഇല്ല, ഞാൻ റെസ്റ്റിലാണ്. പക്ഷേ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും എന്താണെന്ന് അറിയോ? മോഷനിൽ തന്നെയാണ്, ഞാൻ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? സണ്ണിനെ വെച്ച് നോക്കുമ്പോൾ, സൂര്യനെ വെച്ച് നോക്കുമ്പോൾ. കാരണം നമ്മളെല്ലാവരും നിൽക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണല്ലേ, എർത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. എർത്ത് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എർത്തിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അനങ്ങുന്നില്ല, നമ്മൾ എർത്തിൻ്റെ ഒപ്പം മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മളും എർത്തും കൂടി നോക്കുമ്പോൾ നമ്മൾ അനങ്ങുന്നില്ല. പക്ഷേ നമ്മളെയും സൂര്യനെയും അല്ലെ, സൂര്യനോ ചന്ദ്രനോ നമ്മൾ അവരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും അവരുടെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. സോ സണ്ണിനെ വെച്ച് നോക്കിയാൽ, സണ്ണ് ഒരു റെഫറൻസ് ബോഡി ആക്കി വെച്ചിട്ട് നമ്മളുടെ മോഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിലാണ്? മൂവ്മെൻറ്റിലാണ് അല്ലെങ്കിൽ മോഷനിലാണെന്ന് പറയാൻ പറ്റും. ഈവൻ ഇഫ് നമ്മൾ വെറുതെ നിൽക്കുകയാണെങ്കിലും, അത് മരമായിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇവരെല്ലാം എന്താണ്? സണ്ണിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ മോഷനിലാണെന്ന് പറയാൻ പറ്റും. എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഇൻക്ലൂഡിംഗ് ദ പ്ലാനറ്റ്സ്, സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ് ആർ മൂവിങ് എവറി മൊമെന്റ്. അതായത് എല്ലാ നേരവും ഏത് സമയവും എന്ത് ചെയ്യാണ്? നമ്മുടെ സ്റ്റാർസും ഗാലക്സീസും എല്ലാവരും എന്ത് ചെയ്യാണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദി യൂണിവേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് മോഷൻ. നമ്മുടെ യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ, നമ്മുടെ ആ ഒരു പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു ചലനത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇവർക്ക് മൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സണ്ണ് മൂവ് ചെയ്യുന്നുണ്ട്, ഓക്കെ, സണ്ണ് മൂവ് ചെയ്യുന്നുണ്ട്, എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാ പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, ഇവരെല്ലാവരും എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവ്മെൻറ്റിൻ്റെ ബേസിലാണ് നമ്മുടെ യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, സോ ആ ഒരു ഫാക്ട് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓൾ ദ ഒബ്ജക്ട്സ് ഓൺ ദ എർത്ത് ദാറ്റ് ആർ അസ്യൂംഡ് ടു ബി അറ്റ് റെസ്റ്റ് ആർ ഓൾസോ മൂവിങ് അലോങ് വിത്ത് ദ എർത്ത്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ റെസ്റ്റിലാണെന്ന് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട് അല്ലേ, നമ്മുടെ വീട് ഇപ്പോൾ എന്തിലാണ്? റെസ്റ്റിലാണല്ലേ, അനങ്ങാതെ നിൽക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ ആ വീട് പോലും എന്തിയാണ്? ഭൂമിയുടെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺലി ബേസ്ഡ് ഓൺ എ റെഫറൻസ് ബോഡി. ഒരു റെഫറൻസ് ബോഡിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കൊരു ഒബ്ജക്റ്റിനെ അത് മോഷനിലാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. It is only when the reference body change that we understand many objects that appear to be at rest are actually in motion. അതായത് ആ റെഫറൻസ് ബോഡി മാറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ശരിക്കും റെസ്റ്റിലാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾ ശരിക്കും റെസ്റ്റിലായിരിക്കില്ല, ചിലപ്പോൾ മോഷനിലായിരിക്കും അല്ലേ. നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഭൂമി, നമ്മുടെ ആ ഒരു തറ അല്ലേ, ഭൂമിയുടെ ആ ഒരു അടിത്തറ വെച്ച് നോക്കിക്കഴിയുമ്പോൾ എന്താണ്? നമ്മുടെ വീടും ഈ മരങ്ങളെല്ലാം റെസ്റ്റിലാണ്, അനങ്ങാതെ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ റെഫറൻസ് ബോഡി നമ്മൾ മാറ്റി. നമ്മുടെ റെഫറൻസ് ബോഡി ഞാനിപ്പോൾ സൂര്യനെ ആക്കി, പക്ഷെ സൂര്യനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഈ മരങ്ങളും ഈ കാണുന്ന വീടുകളും എല്ലാം എന്ത് ചെയ്യാണ്? ഭൂമിയോടൊപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ റെഫറൻസ് ബോഡി മാറുമ്പോൾ ചിലപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്താവും? മോഷനിലായി മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ
we have understood that some objects are said to be at rest with respect to the earth. However, the earth and all the objects on it are in motion with reference to the sun and other spheres of the solar system. Okay, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എർത്തിനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഈ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്ട്സ് എല്ലാം റെസ്റ്റിലായിരിക്കും. പക്ഷേ സണ്ണിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ സ്ഫിയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും? നമ്മൾ മോഷനിലായിരിക്കും, മൂവ്മെൻറ്റിലായിരിക്കും. ഓക്കെ, യെസ്, കണ്ടോ പറഞ്ഞ കാര്യമാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എർത്ത് ആണെങ്കിലും സണ്ണാണെങ്കിലും മൂണാണെങ്കിലും ഇവരെല്ലാവരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ റെഫറൻസ് ബോഡി മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റും മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ദെൻ ഈവൻ ഇഫ് യു ആർ അറ്റ് റെസ്റ്റ്, ഇനി നമ്മളുടെ ശരീരത്തിലെ കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലേ, നമ്മളൊന്നും ചെയ്യുന്നില്ല, വെറുതെ അങ്ങ് ഇരിക്കുകയാണ്, റെസ്റ്റിലാണ്. ഓക്കെ, ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റിലാണെന്ന് പറയാം. റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അവർ ബോഡി ഹാസ് മൂവ്മെൻറ്റ്സ്, നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. നമ്മളൊന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ചലനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഹാർട്ട് ബീറ്റ്. നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, അനങ്ങാതെ ശ്വാസം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ ഹാർട്ട് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന കുറച്ച് ഓർഗൻസ് തന്നിട്ടുണ്ട്, അവർക്ക് നടക്കുന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ് ഇനി എഴുതാൻ പോകുന്നത് കേട്ടോ. ഹാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പ് അല്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്, അതിനൊരു റെസ്റ്റ് ഇല്ല. ദെൻ ലങ്സ്, ശ്വാസകോശം, നമ്മൾ എത്ര നേരം ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റും അല്ലേ? ശ്വാസം ഓട്ടോമാറ്റിക്കലി നമ്മൾ വിട്ടുപോകും അല്ലേ. സോ ശ്വാസം വിടുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു മൂവ്മെൻ്റ് ആണ്. നമ്മൾ റെസ്റ്റിലാണെങ്കിലും അത് നടന്നുകൊണ്ടേയിരിക്കും. ദെൻ സ്റ്റൊമക്ക്, ആമാശയത്തിനകത്ത് പെരിസ്റ്റാൾസിസ്, ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. ഓക്കെ, അതും എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കണ്ടോ, ശ്വാസകോശം അനങ്ങുന്നു, പെരിസ്റ്റാൾസിസ് നടക്കുന്നു, ഹാർട്ട് ബീറ്റ് അനങ്ങുന്നു. ഇതെല്ലാം എന്ത് തന്നെയാണ്? നമ്മൾ റെസ്റ്റിലിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ റെസ്റ്റിലാണെങ്കിലും നമ്മുടെ ബോഡി പാർട്സ് പല രീതിക്കും മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. കുറച്ച് ടൈപ്സ് ഓഫ് മോഷനാണ്. ഞാൻ പറഞ്ഞു മോഷൻ എന്താണ്, റെസ്റ്റ് എന്താണ്, ഇതെല്ലാം പറഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് മോഷൻ്റെ തന്നെ പല പല ഭാവഭേദങ്ങളൊക്കെയാണ്. ഓക്കെ, സോ അതിൽ 2 ടൈപ്പ് മോഷൻ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ നമ്മൾ റോഡിൽ കൂടി ഇങ്ങനെ നേരെയുള്ളൊരു വഴി കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് ഓടുമ്പോൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം. ഓക്കെ, വെറുതെ നേരെ അങ്ങോട്ട് ഓടുന്നത്. ഇനി നമ്മൾ ഒരു വട്ടം വരച്ചിട്ട് ആ വട്ടത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വട്ടം വരച്ചിട്ട് വട്ടത്തിൻ്റെ ചുറ്റിനും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേർരേഖയിലല്ല അല്ലേ, നേരെയല്ല പോകുന്നത്, ആ വട്ടത്തിൻ്റെ ചുറ്റുമാണ് ഓടുന്നത്. അത് നമ്മൾ വിളിക്കുന്ന പേര്, വട്ടം വരുന്നതുകൊണ്ട് നമുക്ക് വിളിക്കുന്ന പേരാണ് സർക്കുലാർ മോഷൻ. ഓക്കെ, വർത്തുള ചലനം എന്ന് വിളിക്കും. അതുപോലെ ഒരു പമ്പരം കറങ്ങുന്നത്, ആ പമ്പരം വട്ടത്തിലല്ല കറങ്ങുന്നതല്ലേ, ഒരു വട്ടത്തിൻ്റെ ചുറ്റുമല്ല കറങ്ങുന്നത്, ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ അതിങ്ങനെ സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, ഇനി ഒരു ഊഞ്ഞാലാടുന്നത്, അത് ഒരു പൊസിഷനിൽ പോകും, പിന്നെ തിരിച്ചടുത്ത പൊസിഷൻ, പിന്നെയും തിരിച്ച് പഴയ പൊസിഷൻ, അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ അല്ലേ. ഓക്കെ, ദോലനം എന്ന് വിളിക്കും. ഓക്കെ, ഈ മോഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കണ്ടോ, ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഊഞ്ഞാൽ, സ്വിങ്. ഊഞ്ഞാലിനകത്ത് നമ്മൾ എങ്ങനെയാണ്? ടു ആൻഡ് ഫ്രോ മോഷൻ ആണല്ലേ. ഒരു വശത്തേക്ക് പോകുന്നു, വീണ്ടും അടുത്ത വശത്തേക്ക് പോകുന്നു, അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. ഇതിനെയാണ് നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കുമുള്ള ചലനമാണെന്ന് പറയാൻ പറ്റും. ദെൻ റൊട്ടേറ്റിംഗ് ഡിസ്ക്, ഒരു കറങ്ങുന്ന ഡിസ്ക് അല്ലെങ്കിൽ ഒരു പമ്പരം നോക്കിക്കഴിഞ്ഞാൽ അത് റൊട്ടേറ്റിംഗ് മോഷനാണ് അല്ലെങ്കിൽ ഭ്രമണമാണെന്ന് പറയാം. ഓക്കെ, ഭ്രമണ ചലനമാണെന്ന് പറയാം. അത് ഓരോടത്ത് നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ സ്ലൈഡർ, നമ്മൾ എഴുതുന്ന ആ ഒരു സ്ലൈഡർ, അവിടെ നമ്മൾ എങ്ങനെയാണ്? ഒരു പോയിന്റിൽ നിന്ന് താഴെ വരെ ഒറ്റ ലൈനാണല്ലേ, സ്ട്രെയിറ്റ് ലൈനാണ് അല്ലെങ്കിൽ നേർരേഖാ ചലനമാണ്. ദെൻ സീസോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്വിങ് പോലെ തന്നെ ഒരു പൊസിഷനിൽ നിന്ന് പോകുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ, അതാണ് എന്ത്? ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കുള്ള ചലനമാണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കണ്ടോ, സീസോ. ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഏതാണെന്നറിയോ? നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. ഓക്കെ, നേർരേഖാ ചലനമാണ്. അതൊരു എക്സ്പെരിമെൻറ്റിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഒരു ട്വൈൻ വേണം, ഒരു നൂല് വേണം, ഒരു ട്വൈൻ വേണം, ദെൻ ഒരു സ്ട്രോ, ദെൻ സെല്ലോ ടേപ്പ് വേണം, ബലൂൺ വേണം. എന്നിട്ട് നമ്മൾ ഇതേവരെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. വേറൊന്നുമില്ല, ആ ബലൂൺ നമ്മൾ വീർപ്പിച്ചിട്ട് അതിൻ്റെ അവിടെ കെട്ടിയൊന്നും വെച്ചില്ല കേട്ടോ, സെക്യൂർ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ ബലൂൺ വീർപ്പിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് നമ്മൾ ആ ഒരു സ്ട്രോ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ സ്ട്രോ ഒരു നൂലുമായിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചു.
ഓക്കെ, എന്താണ് ചെയ്തത്? ഒരു നൂലിങ്ങനെ നീളത്തിൽ കെട്ടി വെച്ചു, എന്നിട്ട് ബലൂൺ വീർപ്പിച്ചിട്ട് അതിൻ്റെ മേലൊരു സ്ട്രോ വെച്ചിട്ട് ആ നൂലിൻ്റെ മേലെ കൂടി ആ സ്ട്രോയിന് അല്ലെങ്കിൽ ബലൂണിനെ ആ നൂലിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് ആ സ്ട്രോ പോകുന്നതിനനുസരിച്ച് നമുക്ക് ആ ബലൂണിന് ഇങ്ങനെ ആ നൂലിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാനൊരു ഒറ്റത്തേക്ക് ആ ബലൂണിന് ഇങ്ങനെ നീക്കി വെച്ചു, വീർപ്പിച്ചിട്ട് ഇങ്ങനെ നീക്കി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ ആ ബലൂണിൻ്റെ ആ ഒരു വായഭാഗം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എയർ മൊത്തം പോകും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയോ, പതുക്കെ അതിൻ്റെ ആ ഒരു ഈ വായഭാഗമില്ലേ, ആ ബലൂൺ വീർപ്പിച്ച് പിടിച്ചിരിക്കുന്ന ആ വായഭാഗം ഞാൻ വിട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ബലൂണിൻ്റെ ഉള്ളിൽ നിന്നുള്ള എയർ മൊത്തം പുറത്തേക്ക് പോവാണ്. ഈ എയർ പുറത്തേക്ക് പോകുന്ന കൂട്ടത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, നമ്മുടെ ബലൂൺ ഈ കാണുന്ന ടോയിനിലൂടെ, ആ സ്ട്രോ വഴി ആ ടോയിനിലൂടെ ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ നേർരേഖയിൽ സഞ്ചരിക്കും. ഓക്കെ, എന്താണ് സംഭവിച്ചത്? ബലൂൺ നമ്മൾ വീർപ്പിച്ച് അതിൻ്റെ വായു കളയാണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടോയിനായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ എയർ റിലീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ബലൂൺ നേർരേഖയിൽ ഷുറെന്ന് പറഞ്ഞിങ്ങനെ പോയി കളയും. ഓക്കെ, സോ ബലൂണിൻ്റെ ഈ മോഷൻ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. കാരണം അത് നേർരേഖയിലാണ് സഞ്ചരിച്ചത്. വായു പുറത്ത് പോയപ്പോൾ ബലൂൺ നേർരേഖയിൽ മുന്നോട്ട് പോകുന്നു. അപ്പം നമ്മളിപ്പോൾ നേർരേഖയിൽ നടന്നാലും നമ്മൾ എന്തിലാണ്? സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ്. വളവോ തിരിവോ ഒന്നും ഇല്ലാത്ത ഒരു റോഡിൽ കൂടെ ഒരു കാറ് പോകുന്നു, അതെന്തിലാണ്? സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ്. ഓക്കെ, ലീനിയർ മോഷൻ ഈസ് ദ മോഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് എന്ത്? നേർരേഖാ ചലനം എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഡെഫിനിഷനാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. നേർരേഖയിൽ പോകുന്നതുകൊണ്ട് തന്നെ അത് നേർരേഖ ചലനമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. എ കാർ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. കാണിച്ചു തരാം കേട്ടോ, കാർ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ കാണിച്ചു തരാം. കാർ പോണണ്ട. ഓക്കെ, ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടെ പോകുന്ന കാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈൻ മോഷനിലാണ്. ദെൻ മോഷൻ ഓഫ് എ എലിവേറ്റർ, ലിഫ്റ്റ് പോകുന്നത് അല്ലേ, മുകളിലേക്കും പോകും താഴേക്കും പോകും അല്ലേ, അത് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ, അത് വളഞ്ഞു തിരിഞ്ഞൊക്കെ പോവോ? ഇല്ല, സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. ലൈറ്റ് ട്രാവലിംഗ് ഇൻ സ്പേസ്, ബഹിരാകാശത്തിൽ ലൈറ്റ് പ്രകാശം സഞ്ചരിക്കുന്ന എന്താണ്? സ്ട്രെയിറ്റ് ലൈനായിട്ടേ സഞ്ചരിക്കുള്ളൂ, അവർ വളഞ്ഞും തിരിഞ്ഞൊന്നും പോകത്തില്ല. ഓക്കെ, സോ ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. ലീനിയർ മോഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ഉദാഹരണങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ യെസ് പറഞ്ഞതാണ്. ദെൻ അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത ടൈപ്പ് ഓഫ് മോഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് കഴിഞ്ഞു? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് മോഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ കാണാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മോഷനാണ് കേട്ടോ. ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മോഷൻ നമുക്ക് പഠിക്കാനായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിൽ നമുക്കൊരു ഐസ്ക്രീം ബോൾ വേണം. ഓക്കെ, ഐസ്ക്രീം ഐസ്ക്രീം ഒന്നും ആൾക്കാർ കഴിക്കലില്ല, എന്നാലും എവിടെന്നെങ്കിലും കിട്ടിയാൽ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഒരു ഐസ്ക്രീം ബോൾ വേണം, എന്നിട്ട് ഒരു കൂർപ്പിച്ച, അതായത് നന്നായിട്ട് ഷാർപ്പൻ ചെയ്തിട്ടുള്ള ഒരു പെൻസിൽ വേണം. എന്നിട്ട് ഈ പെൻസിൽ നമ്മൾ എന്ത് ചെയ്യും? ഐസ്ക്രീം ബോളിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കടത്തി, ഏകദേശം നടുക്കേ കൂടി ഇങ്ങനെ കടത്തി ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. ഞാൻ ഇമേജ് കാണിച്ചിരാം കണ്ടോ. ഇതുപോലെ ആ പെൻസിൽ ഉള്ളിൽ കൂടി ഇങ്ങനെ കടത്തി നമ്മൾ ഐസ്ക്രീം ബോളിൻ്റെ പുറത്തേക്ക് എടുത്തു. സിമ്പിളാണ്, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് സിമ്പിളായിട്ട് കയറി വന്നോളും. എന്നിട്ട് നമ്മൾ ആ പെൻസിലിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട്, പെൻസിലും പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു. പെൻസിൽ തിരിക്കുമ്പോൾ നമ്മുടെ ബോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുമല്ലേ. ആ സെയിം പൊസിഷനിൽ, ആ നിൽക്കുന്ന എവിടെയാണോ അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മുടെ ബോൾ കറങ്ങും. ആരടിസ്ഥാനമാക്കി, ആരാസ്പദമാക്കിയിട്ട്? ആ പെൻസിലിനെ ആസ്പദമാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ആ പെൻസിലിനെ വെച്ചിട്ട് ആ ബോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആ പെൻസിലിന് നമുക്ക് എന്തായിട്ട് പറയാമെന്നറിയോ? ഒരു ആക്സിസ് ആയിട്ട് പറയാം. ആ ബോളിൻ്റെ ആക്സിസ് അല്ലെങ്കിൽ ആ ബോളിൻ്റെ അക്ഷമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ വെച്ചിട്ട് ആ ബോൾ അവിടെ നിന്നിങ്ങനെ കറങ്ങുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ മോഷൻ. ഫോർ എക്സാമ്പിൾ പമ്പരം, സ്പിന്നിങ് ടോപ്പ്. പമ്പരം എങ്ങനെയാണ്? ഒരു ആക്സിസ് ഉണ്ടാവും, നടുക്കൊരു ആക്സിസ് ഉണ്ടാവും, അതിനെ വെച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവർ വേറെ ഡയറക്ഷനിലോട്ടൊന്നും പോവില്ല, അവരവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ആക്സിസിനെ വെച്ചിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഭ്രമണ ചലനം എന്ന് വിളിക്കുന്നത്. റൊട്ടേഷണൽ മോഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്ട്സ് അബൌട്ട് ദെയർ ഓൺ ആക്സിസ്. അവരുടെ സ്വന്തം ആക്സിസ്, നടുക്കേ കൂടി പോകുന്ന അവരുടെ സ്വന്തം ആക്സിസിന് വെച്ചുകൊണ്ട് അവരിങ്ങനെ ആ സെയിം പൊസിഷനിൽ നിന്ന് കറങ്ങുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഭ്രമണ ചലനം എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് കേട്ടോ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഭ്രമണ ചലനമാണ്. സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കി അവിടെ നിന്നുകൊണ്ട് കറങ്ങുന്നു. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൊട്ടേഷൻ ഓഫ് മോഷൻ ഓഫ് ദ എർത്ത് അല്ലേ, ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിളാണ്. ഭൂമി അവിടെ നിന്നിങ്ങനെ കറങ്ങാണ്, അവിടെ തന്നെ നിന്നുകൊണ്ട് കറങ്ങാണ്. ആ കറങ്ങുന്നത് ഭൂമിയുടെ ഒരു ആക്സിസ്, ഭൂമിയുടെ ഒരു അക്ഷത്തിനെ ആസ്പദമാക്കിയിട്ടാണ്, അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഭൂമി അവിടെ നിന്ന് കറങ്ങുന്നത്. അതിനെയാണ് നമ്മൾ റൊട്ടേഷനായിട്ട് പറയുന്നത് കേട്ടോ. ദെൻ പമ്പരം ഓൾറെഡി പറഞ്ഞു. ഇതെല്ലാം എന്താണ്? നമ്മുടെ റൊട്ടേഷണൽ മോഷന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് മോഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ആദ്യം നമ്മൾ പഠിച്ചത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷനും ആയിരുന്നു. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച രണ്ട് ടൈപ്പ് ഓഫ് മോഷൻസ് ആയിരുന്നു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, നേർരേഖാ ചലനവും അതുപോലെ റൊട്ടേഷണൽ മോഷൻ, ഭ്രമണ ചലനവും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ
ഓസിലേറ്ററി മോഷൻ, വൈബ്രേറ്ററി മോഷൻ, സർക്കുലാർ മോഷൻ, ഇതെല്ലാം ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ ഇന്ന് നമ്മൾ ഇത്രയുമാണ് പഠിച്ചു നിർത്തിയത്. ഇതുവരെയുള്ള പഠിച്ചത്രയുള്ള ടോപ്പിക്സ് ഒന്ന് വായിച്ച് നോക്കുക. ഇപ്പോൾ എന്തായാലും നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്നിരുന്ന് വായിച്ച് നോക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ബാക്കി റെഡിയാക്കാം കേട്ടോ. സോ അതുവരേക്കും ബൈ.